തീർച്ചയായും പരാതി ന്യായമാണോ എന്ന് ചോദിച്ചാൽ പരാതി ന്യായം തന്നെയാണ്. നമ്മുടെ ഒരു ഭരണ സംവിധാനം അനുസരിച്ച് നമ്മുടെ നിയമസഭയിൽ മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്വമാണുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പിനെ ചൂണ്ടിക്കാട്ടി സർക്കാർ എടുക്കുന്നൊരു നിലപാടിനെ പുറത്ത് വിമർശിക്കാൻ കഴിയില്ല. അത് അങ്ങനെ വരുന്ന പക്ഷം കൂട്ടുത്തരവാദിത്വം അതെന്ന് പറയുന്ന കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിക്ക് അതൊരു വലിയ വിമർശനമായി മാറും. പ്രതിപക്ഷം ആ സാഹചര്യം മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കരുതലോടുകൂടി തന്നെയാണ് ഇന്ന് മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വത്തെ ഹനിക്കുന്ന ഒന്നും തന്നെ CP മന്ത്രിമാരുടെ പ്രസ്താവനയിൽ നമുക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ ആ അപ്രിയത്തിൻ്റെ സ്വഭാവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിരിക്കുന്നത് ഈ 4 മന്ത്രിമാരിൽ ചിഞ്ചുറാണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഞാൻ കണക്കാക്കുന്നത് ചിഞ്ചുറാണിയേക്കാൾ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. കാരണം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നു എന്ന് മാത്രമല്ല, ഇന്ന് നമ്മളുടെ ബൈറ്റുകളിലടക്കം പൊതുജനങ്ങൾ പരാതിയായി ആദ്യം ഉന്നയിക്കാൻ പോകുന്നത് അവരുടെ മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ 13 സാധനങ്ങൾ സബ്സിഡിയുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന പരാതിയാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ വളരെ പെട്ടെന്ന് ബാധിക്കുന്ന വിഷയം എന്ന നിലയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് പരാതി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. കണക്കുകളിലേക്ക് വന്നാൽ ഇതിൽ ഈ 4 മന്ത്രിമാരുടെയും കണക്കുകളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായും അറിയാം. കാരണം അവരുടെ കുടിശ്ശിക തീർത്തു കൊടുക്കാൻ ആവശ്യമായ പണം പോലും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 2970 കോടിയോളം രൂപ വരും സിവിൽ സപ്ലൈസ് വകുപ്പിനുള്ള ഇതുവരെയുള്ള കുടിശ്ശിക വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെഡറുകളിൽ. വിപണിയുടെ ഇടപെടലിനു വേണ്ടി പണം എപ്പോഴാണ് അനുവദിക്കുക? ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി സർക്കാർ എപ്പോഴും ആശ്രയിക്കുന്നത് ഈ സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളെയാണ്. അവിടെ വിപണിയിൽ ഇടപെടാൻ വേണ്ടി സർക്കാർ കൃത്യമായ ഇടവേളകളിൽ സർക്കാരിന് പണം നൽകുന്നുണ്ട്. പക്ഷേ നോക്കൂ, റേഷനരിയുടെ കാര്യത്തിലടക്കം വലിയ കുടിശ്ശിക ഈ സർക്കാർ വരുത്തിയിരിക്കുന്നു. വിതരണക്കാർ അവരുടെ കുടിശ്ശിക നൽകാത്തത് കാരണം സിവിൽ സപ്ലൈസ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓണക്കാലത്തും ഇതേപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സർക്കാരിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. അതൃപ്തി പരസ്യമാക്കുന്നത് നമ്മൾ കണ്ടു. 2 മന്ത്രിമാരാണ് ഈ ഓണക്കാലത്തും അതിനുശേഷവും സർക്കാരിൻ്റെ ഈ ധനപ്രതിസന്ധിയിൽ പൊട്ടിത്തെറിച്ചത് ക്യാബിനറ്റിൽ. അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, അത് ശിവൻകുട്ടിയാണ്. മറ്റൊന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്, GR അനിലാണ്. അപ്പോഴും കൃഷി വകുപ്പ് മന്ത്രി വളരെ പതിഞ്ഞ ശബ്ദത്തിൽ തന്നെയാണ് തങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 2970 കോടി രൂപ കുടിശ്ശികയുള്ളതിൽ ഈ സർക്കാർ ഇത്തവണ എത്ര അനുവദിച്ചിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് അതിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. ഉദാഹരണത്തിന് ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള വിപണി ഇടപെടലിൻ്റെ ഭാഗമായി 1432 കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇത് സാധാരണ ജനങ്ങളിലേക്ക് ബർഡൻ എത്താത്ത വിധത്തിൽ മാവേലി സ്റ്റോറുകൾ സർക്കാരിന് വേണ്ടി കൈകാര്യം ചെയ്തതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് മാത്രം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സബ്സിഡി ഇനങ്ങളിൽ 1526 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഫലം എന്തെന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ കരാറുകാർ, ഈ വിതരണം ചെയ്യുന്ന കരാറുകാർ അവരുടെ സാധനങ്ങൾ കേരളത്തിലെ സിവിൽ സപ്ലൈക്ക് കൈമാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സാധനങ്ങളുടെ വിതരണം നിലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഭക്ഷ്യമന്ത്രി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആയതുകൊണ്ട് തന്നെ ഭക്ഷ്യവകുപ്പിനേക്കാൾ കൂടുതൽ സിവിൽ സപ്ലൈസ് വകുപ്പിനാണ് യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഭക്ഷ്യവകുപ്പിൻ്റെ കാര്യത്തിൽ വലിയ കുറവില്ല, സിവിൽ സപ്ലൈസ് കോയുടെ കാര്യത്തിലാണ് വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വന്നാൽ വളരെ കൗതുകകരമായ ഒരു കാര്യമുള്ളത്, പ്രതീക്ഷിച്ചതിൽ പലതും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിന്ന് ഈ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെ വെബ്സൈറ്റിലേക്ക് പോയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകം പക്ഷേ തിരിച്ചാണ് കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയ്ക്ക് കരുത്തേകി കേരള സർക്കാരിൻ്റെ ജനകീയ ബജറ്റ് എന്നാണ് ചിഞ്ചുറാണിയുടെ വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ തലക്കെട്ട് എന്ന് പറയുന്നത്. അതിൽ പണം അനുവദിച്ചതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു. മൃഗസംരക്ഷണ ക്ഷീരവികസന ഉപമേഖലകൾക്കുള്ള ആകെ അടങ്കൽ 435.40 കോടി രൂപയാണ്. അതിൽ മൃഗസംരക്ഷണ വകുപ്പിന് ഇത്ര കിട്ടുന്നു, ക്ഷീരവികസന വകുപ്പിന് ഇത്ര കിട്ടുന്നു. ആ കണക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ ചിഞ്ചുറാണി പറയുന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന് കരുത്തേകിയിരിക്കുന്നു എന്നാണ്. പക്ഷേ നമുക്ക് നൽകിയിരിക്കുന്ന ബൈറ്റിൽ പൊട്ടിത്തെറിക്കുന്ന ചിഞ്ചുറാണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. മൃഗസംരക്ഷണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന 34 കോടി അവരുടെ സങ്കല്പത്തിൽ പോലുമില്ലാത്ത, സ്വപ്നത്തിൽ പോലുമില്ലാത്ത തുകയായിരുന്നു. എത്രയോ കുറവാണ് എന്നാണ് പറയുന്നത്. കുടപ്പനക്കുന്നിലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ അവർ ആലോചിച്ചിരുന്നു. 4 കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരുന്നത്. വെറ്റിനറി ഗോവർദ്ധനിക്ക് വേണ്ടി 1200 ഈ കന്നുകുട്ടി പരിപാലനത്തിന് വേണ്ടിയിട്ട്
ഗോവർദ്ധനി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ 5200 കോടിയാണെങ്കിൽ ഇത്തവണ അത് 4200 കോടിയായിട്ട് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടാവുന്നു. വീട്ടുപടിക്കൽ മൃഗസംരക്ഷണത്തിന് വേണ്ടുന്ന പദ്ധതികളിൽ 299 കോടി രൂപ എന്ന നിലയിലേക്ക് അത് ചുരുങ്ങുന്നു. അപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരുപക്ഷെ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് എന്നതാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ ആശങ്കയിലാഴ്ത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി റവന്യൂവിൻ്റെ കാര്യത്തിൽ വന്നാൽ റവന്യൂ വകുപ്പിനും പരാതി ഉണ്ടാവേണ്ടതാണ്. കാരണം കഴിഞ്ഞ തവണ അനുവദിച്ചിരിക്കുന്നത് 80 കോടിയാണ്, ഇത്തവണ 81 കോടി രൂപ, അതായത് ആകെ 1 കോടി രൂപയുടെ വർധനമാണ് റവന്യൂ വകുപ്പിനുള്ളത്. റവന്യൂ വകുപ്പിലെ റവന്യൂ മന്ത്രിയുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങളിലൊന്നായ സർവേ മ്യൂസിയത്തിന് പോലുമുള്ള പണം അനുവദിച്ചിട്ടില്ല. ഭൂമിയുടെ ന്യായവില ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള 10 കോടി രൂപയുണ്ടായിരുന്നു, അതനുവദിച്ചിട്ടില്ല. അപ്പോൾ CPI മന്ത്രിമാർക്ക് പൊതുവേ പരാതി പറയാനിടയായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കുന്ന രീതിയിലൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല. ഇത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതൊരു വലിയ സ്ഫോടനമായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. Meet the editors.